ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് SIT രേഖപ്പെടുത്തിയിരിക്കുകയാണല്ലോ. താങ്കൾ എങ്ങനെയാണ് ഈ നീക്കത്തെ കാണുന്നത്? ശബരിമല ധർമ്മശാസ്താവിന്റെ ഭാഗത്താണ് ഭാരതീയ ജനതാ പാർട്ടി. അയ്യപ്പന്റെ ഭാഗത്താണ്, ഭക്തജനങ്ങളുടെ ഭാഗത്താണ്. ഭക്തജനങ്ങളുടെ മുന്നിൽ, അയ്യപ്പന്റെ മുമ്പിൽ ആര് തെറ്റ് ചെയ്താലും അവരെ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. പക്ഷെ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം. എന്തുകൊണ്ട് മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് മന്ത്രിയെ കൃത്യമായി ചോദ്യം ചെയ്യുന്നില്ല? മുൻ മന്ത്രിയെ എന്തുകൊണ്ട് മുൻ മന്ത്രിയുടെ അടുത്തേക്ക് ഇത് കൊണ്ടുവരാതെ നിലനിർത്തുന്നു? അപ്പൊ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ മന്ത്രിയെ രക്ഷിക്കാം എന്ന ഒരു ശ്രമമാണ് CPM ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റ് ചെയ്യുന്നത് എങ്കിൽ അതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഈ വിഷയത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഈ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. ആരാണ് തെറ്റ് ചെയ്തത്, ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവരെത്ര ഉന്നതരായാലും അവരെ ശിക്ഷിക്കപ്പെടണം, അവർക്കെതിരെ നടപടികൾ ഉണ്ടാവണം. അവര് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാള്, ഇതൊന്നും ബാധകമല്ല. അതുകൊണ്ട് നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. പക്ഷെ അടിസ്ഥാനപരമായ ഒരു ചോദ്യം, ആ ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ രക്ഷിക്കാനാണോ ഇവർ ശ്രമിക്കുന്നത്? ശ്രീ ബി ഗോപാലകൃഷ്ണൻ, നമുക്കറിയാം SIT പലപ്പോഴും പല സമ്മർദ്ദങ്ങൾക്കും വിധേയമായിട്ടുണ്ട് എന്നുള്ളൊരു ആക്ഷേപം ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ കേട്ടതാണ്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അതിരൂക്ഷമായ വിമർശനമാണ് SITക്ക് നേരെ ഉണ്ടായത്. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തന്ത്രിയിലേക്ക് എത്തിയത് എന്നാണ് അറസ്റ്റിന് മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു വെക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ നീക്കത്തിന് പിന്നിലെന്ന് പറയുമ്പോൾ പോലും നമുക്കറിയാം പത്മകുമാറിന്റെ മൊഴി കൃത്യമായി തന്നെ കടകംപള്ളിയിലേക്കും എത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഉണ്ട് എന്നുള്ളത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് കടകംപള്ളിയാണ് എന്ന് പത്മകുമാർ മൊഴി നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി തന്ത്രിയിലേക്ക് എന്നുള്ള ഒരു സമ്മർദ്ദം ഒരു പക്ഷേ CPMന്റെ ഭാഗത്തു നിന്ന് SITക്ക് മേലുണ്ടായി, അതിനെ SIT വഴങ്ങി എന്നാണോ മനസ്സിലാക്കേണ്ടത്? കാരണം ഇവിടെ പത്മകുമാറിനെയും കടകംപള്ളിയെയും ഒക്കെ സംരക്ഷിക്കേണ്ടത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയാണല്ലോ. ഇവർ ഏതെങ്കിലും തരത്തിൽ പ്രകോപിതരാകുകയാണെങ്കിൽ, കാര്യങ്ങൾ വിളിച്ചു പറയുന്ന തരത്തിലേക്ക് എത്തുകയാണെങ്കിൽ കൂടുതൽ വമ്പൻ സ്രാവുകൾ ഇതിൽ കുടുങ്ങും. ഇതിന് സ്വർണം കൈപ്പറ്റിയവർ, ഇതിന്റെ ലാഭം കൈപ്പറ്റിയവർ ഒക്കെ അകത്താകുമെന്നുള്ളൊരു ഭയം CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? യാതൊരു സംശയമില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാനത്തെ ഒരു ശ്രമമാണ് തന്ത്രിയെ മുമ്പിൽ വെച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അപ്പൊ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതോടു കൂടിയിട്ട് ഇവിടെ ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആകെ പ്രശ്നങ്ങളാവും. CPMന് വലിയ നേട്ടം ഉണ്ടാവും, ബാക്കി ആളുകളൊക്കെ പിന്നോട്ട് പോകും എന്നൊക്കെ ഒരുപക്ഷെ ഇവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് കടകംപള്ളിയിലേക്ക് കടക്കാതെ ഈ തന്ത്രിയെ വെച്ച് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് SITയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്. ഇവർ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് മന്ത്രിയായിരുന്നു അറസ്റ്റ് ചെയ്യേണ്ടത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് മന്ത്രിയെ അറസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പൊ മന്ത്രിയെ രക്ഷിക്കാനാണ് ഇപ്പൊ തന്ത്രിയെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ വളരെ കാറ്റഗറിക്കലായിട്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആരായാലും ശരി, തന്ത്രിയായാലും ശരി, മന്ത്രിയായാലും ശരി, ആരായാലും ശരി, നിയമത്തിന് വഴിക്ക് പോകണം. ഇവിടെ നിയമം ഒരു വിഭാഗത്തിന് അനുകൂലമാക്കി മാറ്റാൻ, നിയമവിരുദ്ധമായ കാര്യം ചെയ്യുന്നവരെ സംരക്ഷിക്കാനുള്ള ശ്രമം, അതാണ് വാസ്തവത്തിൽ ഒരു തടയണ കെട്ടി, തന്ത്രി എന്ന തടയണ കെട്ടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണെങ്കിൽ അതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതാണ് വളരെ കൃത്യമായി ഈ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. SITയുടെ മുമ്പിൽ SITയുടെ മുകളിൽ പ്രഷർ കൊണ്ടുവന്ന് തന്ത്രിയെ മുന്നിൽ വെച്ച് മന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോ പിണറായി സർക്കാർ ചെയ്യുന്നത്. അത് അംഗീകരിക്കാൻ പറ്റില്ല. വളരെ നന്ദി ശ്രീ ബി ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചതിന്.